വചനമൊഴി സെപ്റ്റംബർ 8. വചനഭാഗം ഉൽപ്പത്തി 17:15-22, യെശയ്യാ 43:1-7, വെളിപാട് 12:1-6, മത്തായിയുടെ സുവിശേഷം 1:1-16. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അബ്രാഹത്തിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, ഈശോ മിശിഹായുടെ വംശാവലി ഗ്രന്ഥം. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യൂദ താമാറിൽ നിന്നുള്ള പേരസിന്റെയും സേറായുടെയും പിതാവായിരുന്നു. പേരസ് ഹെസ്രോന്റെ പിതാവായിരുന്നു. ഹെസ്രോൻ ആരാമിന്റെ പിതാവായിരുന്നു. ആരാം അമീനാദാബിന്റെ പിതാവായിരുന്നു. അമീനാദാബ് നഹ്ശോന്റെ പിതാവായിരുന്നു. നഹ്ശോൻ സൽമോന്റെ പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്നുള്ള ബോവാസിന്റെ പിതാവായിരുന്നു. ബോവാസ് റൂത്തിൽ നിന്നുള്ള ഓബദിന്റെ പിതാവായിരുന്നു. ഓബദ് ജെസ്സയുടെ പിതാവായിരുന്നു. ജെസ്സെ ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിന്റെ പിതാവായിരുന്നു. റഹോബോവാം അബിയായുടെ പിതാവായിരുന്നു. അബിയ ആസായുടെ പിതാവായിരുന്നു. ആസ യോസഫാത്തിന്റെ പിതാവായിരുന്നു. യോസഫാത്ത് യോറാമിന്റെ പിതാവായിരുന്നു. യോറാം ഓസിയായുടെ പിതാവായിരുന്നു. ഓസിയ യോഥാമിന്റെ പിതാവായിരുന്നു. യോഥാം ആഹാസിന്റെ പിതാവായിരുന്നു. ആഹാസ് ഹെസക്കിയായുടെ പിതാവായിരുന്നു. ഹെസക്കിയ മനാസയുടെ പിതാവായിരുന്നു. മനാസെ ആമോസിന്റെ പിതാവായിരുന്നു. ആമോസ് ജോസിയായുടെ പിതാവായിരുന്നു. ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള യക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷമുള്ള സലാത്തിയേലിന്റെ പിതാവായിരുന്നു. സലാത്തിയേൽ സൊറോബാബേലിന്റെ പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിന്റെ പിതാവായിരുന്നു. അബിയൂദ് ഏലിയാക്കീമിന്റെ പിതാവായിരുന്നു. ഏലിയാക്കീം ആസോറിന്റെ പിതാവായിരുന്നു. ആസോർ സാദോക്കിന്റെ പിതാവായിരുന്നു. സാദോക്ക് അക്കീമിന്റെ പിതാവായിരുന്നു. അക്കീം എലിയൂദിന്റെ പിതാവായിരുന്നു. എലിയൂദ് എലയാസറിന്റെ പിതാവായിരുന്നു. എലയാസർ മത്താന്റെ പിതാവായിരുന്നു. മത്താൻ യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ യൗസേപ്പിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാള് ആചരിക്കുന്ന ദിവസമാണ്. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഈശോ മിശിഹായുടെ വംശാവലിയാണ്. ഈശോ മിശിഹായുടെ വംശാവലി വിവരിച്ചുകൊണ്ട് ഇന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മിശിഹായുടെ ജനനത്തിനു വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മിശിഹായുടെ മനുഷ്യാവതാരം യാഥാർത്ഥ്യമാവുകയാണ്. ദൈവിക പദ്ധതിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് എന്ന കാര്യമാണ് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ രക്ഷാകര പദ്ധതിയിൽ എല്ലാവരും തങ്ങളുടെ പിതാക്കന്മാരാൽ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈശോ മാത്രം പരിശുദ്ധ അമ്മയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുക. ഈശോ പിതാവിൽ നിന്ന് പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാരൂപിയുടെ ആവാസത്താൽ ജന്മമെടുത്ത് മനുഷ്യനായി പിറക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാകര ചരിത്രത്തിൽ അനന്യമായൊരു സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള അനന്യമായ സ്ഥാനം നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. ഈശോ മിശിഹായോട് ചേർന്ന് നിൽക്കുവാൻ, പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഏറ്റവും സഹായകയും മാതൃകയും മധ്യസ്ഥയും പരിശുദ്ധ അമ്മയാണ്.
പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആചരിക്കുമ്പോൾ അമ്മയിൽ നിലനിന്നിരുന്ന എളിമയും പരിശുദ്ധ അമ്മയിൽ നിലനിന്നിരുന്ന എളിമയും വിധേയത്വവും അനുസരണവും ദൈവഹിതത്തിനോടുള്ള സമർപ്പണവും ദൈവഹിതത്തിന്റെ മുൻപിലുള്ള സ്വയം സമർപ്പണവും നമുക്കും മാതൃകയാക്കാം. പരിശുദ്ധ അമ്മ ഇഹലോകത്തിൽ മിശിഹായിക്ക് ജന്മം നൽകി മിശിഹായെ ലോകത്തിന് നൽകിയതുപോലെ ഇന്ന് മിശിഹായുടെ വചനം സ്വീകരിച്ച് മിശിഹായെ ലോകത്തിന് നൽകുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവ മുൻപിൽ വിശ്വസ്തതയുള്ള എളിമയുള്ള അനുസരണ ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ള സമർപ്പണബോധത്തോടെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ എളിമയോടെ വർത്തിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.